ഹായ് ഹലോ നമസ്കാരം. അനൂസ് കിച്ചൺ സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ വീഡിയോയിലും നമ്മൾ പൂ പറിക്കുന്നതല്ലേ കാണിച്ചു തരാറ്. അപ്പൊ ഞാൻ വിളിച്ചു ഇന്ന് പൂ ഇട്ടിട്ട് തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് കളയാണ്. അപ്പൊ ഞാനിവിടെ പൂവൊക്കെ ഇട്ട് കഴിഞ്ഞു. ഓൾമോസ്റ്റ് ജസ്റ്റ് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടി ചെറിയ ക്ലിപ്പിംഗ്സ് എടുക്കാൻ വേണ്ടി സൈഡിൽ നിന്നേ ഉള്ളൂ. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുകയും ചെയ്യും. അപ്പൊ പറഞ്ഞു വന്നത്, ഇന്നത്തെ എന്റെ ലുക്ക് ചെയ്തൊന്ന് മനസ്സിലായല്ലോ അല്ലേ? ഇന്ന് ഓണം 7th ഡേ ഇന്ന് ഞാനൊരു ട്രഡീഷണൽ കൾച്ചറൽ ലുക്കിലാണ് ഉള്ളത്. അതായത് സെറ്റ് സാരി ലുക്കിൽ തന്നെ. അപ്പൊ എന്റെ ഡേ 7 ഓണം ലുക്ക് ഇതാണ്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? അപ്പൊ നമ്മൾ കേരള സെറ്റ് സാരി, ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് കേരള സെറ്റ് സാരി പ്രിന്റഡ് ആയിട്ടുള്ള ടിഷ്യൂ സാരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വളരെ മനോഹരമായ കൃഷ്ണന്റെ വരച്ചിട്ടുള്ള മോറൽ പെയിന്റ് ചെയ്തിട്ടുള്ള പ്രിന്റാണ് ഇതിനകത്തുള്ളത്. അതിന്റെ കൂടെ മയിൽപ്പീലിയും ഒക്കെ ആയിട്ട്. അപ്പോൾ അതിനെ ഞാൻ കോംപ്ലിമെന്ററി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ബണ്ണാണ് ഹെയർ സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. അതിന് മുല്ലപ്പൂവിൻ്റെ ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് അത് പാർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ആക്സസറീസ് പറയുകയാണെങ്കിൽ ചെറിയൊരു ജുംക്കിയും നേരിയതായിട്ടുള്ളൊരു ലക്ഷ്മിമാലയാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ കയ്യിൽ മിനിമലായിട്ടുള്ള ബാംഗിൾസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊരു ബോൾഡ് ആൻഡ് സ്റ്റൈലിഷ് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഷൂ ആണ് പാർ ചെയ്തിട്ടുള്ളത്. നോർമലി സ്ലിപ്പേഴ്സെല്ലാം നമ്മൾ പാർ ചെയ്യാറ്, പക്ഷെ അതിന് മാറ്റം കുറച്ചൊരു ഡിഫറെൻ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരു ബോൾഡ് ലുക്കിന്, അതായത് ഒരു ഹെഡ് ബീറ്റ് ലുക്കിന് വേണ്ടിയിട്ട് ഞാൻ ഷൂ ആണ് വെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ മൈൻഡിൽ മൊത്തം ടീച്ചേഴ്സാണ് കേട്ടോ ഉണ്ടായത്. ടീച്ചേഴ്സിന് ഓണം സെലിബ്രേഷന് വെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ലുക്ക് തന്നെയാണ് ഇതെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയാം കേട്ടോ. എപ്പോഴും ടീച്ചേഴ്സ് സെറ്റ് പ്ലീറ്റ് ചെയ്തിട്ടല്ലേ ഡെയിലി സ്കൂൾസിൽ കോളേജിലൊക്കെ വരാറ്. അപ്പം ഞാൻ വിചാരിച്ചു അവർക്കൊരു ഡിഫറെൻ്റ് ആയി പഠിക്കാൻ വേണ്ടിയിട്ട് 1 പ്ലീറ്റ് ചെയ്തിട്ട് അതിന് ലാസ്റ്റ് പ്ലീറ്റ് ചെയ്തിട്ട് പിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡിഫറെൻ്റ്, ഒരു നല്ല ബോൾഡ് ആൻഡ് എലിഗൻറ്റ് ലുക്കും കൂടി കിട്ടും. അപ്പം ആ ഒരു മോഡലും അതിൻ്റെ കൂടെ തന്നെ 1 പ്ലീറ്റ് ചെയ്തിട്ട് തന്നെ സിമ്പിൾ ആയിട്ടൊരു ഫാഷൻ മോഡലും ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും സെറ്റ് സാരി എന്ന് പറയുന്നത് നമ്മളെ ഫാഷൻ അല്ല, നമ്മളെ ഒരു കസ്റ്റം, നമ്മളെ ഒരു ട്രഡീഷൻ തന്നെയാണല്ലേ കേരള എന്ന് പറയുമ്പം. പക്ഷെ ചില ആൾക്കാരെ വിചാരം എങ്ങനെയാണോ അറിയോ, സെറ്റ് സാരിയും മുല്ലപ്പൂവും മാത്രമേ കേരള എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, നമ്മളൊരു ട്രഡീഷനെയും കൾച്ചറിനെയും ഒക്കെ ബേസ് ചെയ്യുന്ന ഒരു ഡ്രസ്സ് തന്നെയാണ് നമ്മളെ കേരള സെറ്റ് സാരി. പ്രത്യേകിച്ച് ഓണം ലുക്കിന് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് സാരി തന്നെയാണ്. അത് സെറ്റ് സാരി ആകുമ്പോൾ വളരെ മനോഹരമായിട്ടാണ് ഉണ്ടാകുകയും ചെയ്യുക. പറഞ്ഞ് എവിടെയോ എത്തി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സോറി രാമൻകുട്ടി, ഞാൻ പറയുന്നില്ല കേട്ടോ. പറഞ്ഞു വന്നത് കുറച്ചൊരു ബോൾഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ലുക്ക്, ഓഫീസ് ഗോയിങ് ഉള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഞാൻ ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയുണ്ടെന്ന് കമന്റിൽ പറയണം കേട്ടോ. അതുപോലെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് അത്തം മുതൽ തിരുവോണം വരെയുള്ള സീരീസ് 1 ആണോ ഇഷ്ടപ്പെട്ടത്, അതോ അത്തം മുതൽ തിരുവോണം വരെയുള്ള സീരീസ് സീസൺ 2 ട്രഡീഷണൽ 10 ലുക്സ് ഓഫ് കേരള ഓണം ഫെസ്റ്റിവൽ ആണോ ഇഷ്ടപ്പെട്ടത്? അത് നമ്മൾ അത്തം മുതൽ തിരുവോണം വരെയുള്ള ഡ്രസ്സിന്റെ ലുക്കാണോ ഇഷ്ടപ്പെട്ടത്, അതോ നിങ്ങൾക്ക് പാചകമാണോ ഇഷ്ടപ്പെട്ടത് എന്നാണ് കേട്ടോ എൻ്റെ ചോദ്യം. എന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് എന്നോട് കമന്റിൽ പറയണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലുക്കും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ 7 ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ അത്തം മുതൽ തിരുവോണം വരെയുള്ള സീസൺ 2 സീരീസിലെ 7 ദിവസത്തെ വെറൈറ്റി ലുക്ക് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഈ 7 ദിവസത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ലുക്ക് ഏതാണെന്നൊന്ന് കമന്റിൽ പറയണം കേട്ടോ. ഒരു കാര്യം എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും, ഔട്ട് ഓഫ് കേരള മാത്രമല്ല കേട്ടോ, ഓണമല്ല എന്തൊരു ഫെസ്റ്റിവലിനായിക്കോട്ടെ, നമ്മൾ കേരള സെറ്റ് സാരി അല്ലെങ്കിൽ സെറ്റ് മുണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഒരു വട്ടം ഒന്ന് നോക്കിപ്പോവും നമ്മൾ, അല്ലേ? എനിക്കുണ്ടായ അനുഭവം കേട്ടോ, നിങ്ങൾക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം നമ്മൾ ഈ ട്രഡീഷണൽ ഡ്രസ്സിൽ കാണും എല്ലാവരും തീർച്ചയായിട്ടും ഒരു നോട്ടം നോക്കിപ്പോ, അടിപൊളിയാണല്ലോ, ഇതെന്തേ ഇന്ന് സെറ്റ് സാരി, എന്തെങ്കിലും വിശേഷമുണ്ടോ?
ഈ പെണ്ണെന്തിനാ സെറ്റ് സാരി ഇട്ടേന്ന്, നല്ലുണ്ടല്ലോ, കൊള്ളാലോ കാണാൻ, അങ്ങനെയുള്ള കുറേ കമന്റ്സും കേൾക്കാം അല്ലേ. അങ്ങനെ പറഞ്ഞു അതാ വീഡിയോ തീരാനായി. അപ്പൊ വീഡിയോ തീരുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അതുപോലെ നമ്മളെ വീഡിയോസ് അപ്ഡേറ്റ് ആയിട്ട് കാണണ്ടെങ്കിൽ, മെയിൻലി ഇപ്പം ഓണം സീരീസ് നടന്നുകൊടുക്കുക, അത് ദിവസവും അപ്ഡേറ്റ് ആയിട്ട് കാണണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താലേ എന്റെ വീഡിയോസ് എല്ലാം അപ്ഡേറ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പൊ നാളെ വീണ്ടും ഒരു പുതിയൊരു ഓൺലൈൻ ലുക്കുമായിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.